सीखेंगे मौखिक शिक्षण पाठ 13। मौखिक शिक्षण का अंग्रेजी अर्थ क्या है? ഓറൽ പ്രാക്ടീസ്. വായിച്ചു പഠിക്കാനാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് രംഗോं के नाम, നെയിംസ് ഓഫ് കളേഴ്സ്, നിറങ്ങളുടെ പേരുകൾ. ശ്രദ്ധിക്കുക. ലാൽ റെഡ്, പീല യെല്ലോ, നീല ബ്ലൂ, സഫേദ് വൈറ്റ്, ഗുലാബി പിങ്ക്, കാല ബ്ലാക്ക്, ഹര ഗ്രീൻ. എല്ലാം നിങ്ങൾക്ക് അറിയാലോ മലയാളത്തിലെ നിറങ്ങളും. ലാൽ റെഡ് ചുവപ്പ്, മഞ്ഞ നീല വെളുപ്പ് വെള്ള, പിങ്ക് പിങ്ക് കളറ്, ബ്ലാക്ക് കറുപ്പ്, ഗ്രീൻ പച്ച, ഹര. അപ്പൊ ഇതിൽ നിന്നും നിങ്ങളൊരു 5 കളേഴ്സ് എങ്കിലും പഠിച്ചു വെക്കണം. ഒന്നും കൂടെ വായിച്ചു തരാം. ലാൽ റെഡ്, പീല യെല്ലോ, നീല ब्लू, सफेद व्हाइट, गुलाबी पिंक, काला ब्लैक, हरा ग्रीन. सप्ताह के दिन, ഡേയ്സ് ഓഫ് വീക്ക്, ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ പേരാണ്. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. രവിവാർ സൺഡേ, സോമവാർ മൺഡേ, मंगलवार ट्यूसडे, बुधवार वेडनेसडे, गुरुवार थर्सडे, शुक्रवार फ्राइडे, शनिवार सैटरडे. गिनती काउंटिंग नंबर्स 1 2 3 4 5 6 7 8 9 10. എല്ലാവർക്കും 10 വരെ അറിയാം അല്ലേ? ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കൂ. 11 12 13 14 15 16 17 18 19 20. 11 11 12 12 13 13 14 14 15 15 16 16 17 17 18 18 19 19 20 20. 1 से 20 तक पढ़िए गिनती. और महीनों के नाम, नेम्स ऑफ मंथ्स. ഇതൊക്കെ വെറുതെ വായിച്ചു പഠിച്ചാൽ മതി. നെയിം ഓഫ് ടു മഹീനോं के നെയിം ഓഫ് 2 months or മഹീനോं के नाम लिखिए എന്നൊക്കെ പറഞ്ഞ് തന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ചറിയാൻ ഇത് മാസമാണ് എന്ന് തിരിച്ചറിയാൻ അറിയണം. ചിലപ്പോൾ ടിക്ക് ഇടാനായിരിക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അഗസ്റ്റ്, സിതംബർ, അക്ടോബർ, നവംബർ, ഡിസംബർ. ജനുവരി ജനുവരി, ഫെബ്രുവരി ഫെബ്രുവരി, മാർച്ച് മാർച്ച്, ഏപ്രിൽ ഏപ്രിൽ, മെയ് മെയ്, ജൂൺ ജൂൺ, ജൂലൈ ജൂലൈ, അഗസ്റ്റ് ഓഗസ്റ്റ്, സിതംബർ സെപ്റ്റംബർ, अक्टूबर अक्टूबर, नवंबर नवंबर, दिसंबर दिसंबर. और फलों के नाम, नेम ऑफ फ्रूट्स. वर्ग पहेली से फलों के नाम टूट कर लिखिए. फाइंड and write fruit names by crossword. നിങ്ങൾ ചിലപ്പോൾ താഴത്തേക്ക് ഇടാനായിരിക്കും, ചിലപ്പോൾ നേരെയുള്ള അക്ഷരങ്ങൾ മാർക്ക് ചെയ്യാനായിരിക്കും. ഇതിൽ നിന്നും 10 പേരുകൾ, ഫ്രൂട്ട്സിന്റെ പേരുകൾ തിരഞ്ഞെടുത്തിട്ട് എഴുതാം. ഫസ്റ്റ് വൺ ഡൺ ഫോർ യു. സന്തര ഓറഞ്ച്, സന്തര ഓറഞ്ച്. പിന്നെ വരുന്നത് മിസ് മാർക്ക് ചെയ്തത് നോക്കിയിട്ട് നിങ്ങൾ എഴുതി പഠിക്കുകയും വേണം. अमरूद, अमरूद का क्या है? പേരയ്ക്ക, ഗുവ. ആം, മാംഗോ. ജാമുൻ, ബ്ലാക്ക് പ്ലം, മലയാളത്തില് ഞാവൽപ്പഴം എന്ന് പറയും. പപീത, പപ്പായ. അങ്കൂർ, ഗ്രേപ്സ്. സേബ്, ആപ്പിൾ. പേർ, പ്ലം, ഇലന്തപ്പഴം.
ലിച്ചി, ലിച്ചി എന്ന് പറയുന്നത് റംബൂട്ടാൻ എന്ന് പറയുന്ന ഒരു പഴം കണ്ടിട്ടില്ലേ നിങ്ങള്? ചുവപ്പ് നിറത്തിൽ മുള്ളു മുള്ളു പോലെയായിട്ട്, അതാണ് ലിച്ചി. ചിക്കു, സപ്പോട്ട. ചിക്കു ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചിക്കു തന്നെയാണ് പറയുന്നത്. അപ്പൊ ഫ്രൂട്ട്സിന്റെ പേരും നിങ്ങൾ എഴുതി പഠിക്കണം. देखिए, समझिए और मिलाइए. See, understand and match. लोगों को उनकी चीजों तक ले जाइए. Take people to their things. First, അധ്യാപിക അല്ലെ? അധ്യാപിക ടീച്ചറിന്റെ എന്തായിരിക്കും ടീച്ചർ ഉപയോഗിക്കുന്നത്? അതില് ഏത് ചീസ് ആയിരിക്കും? ഏത് തിങ് ആണ് മാച്ച് ചെയ്യുന്നത്? സ്ലേറ്റ് ആൻഡ് പെൻസിൽ അല്ലെ? അടുത്തത് ദാദാജി, ഡണ്ട അല്ലെ? ഔർ ലഡ്കി എന്താ ചെയ്യുന്നത്? ലഡ്കി ചെടിയാണ് നനയ്ക്കുന്നത് അല്ലെ? പൗധോംകോ സിഞ്ചതാ ഹൈ. അപ്പോ അവിടെ പൂക്കളെ നനയ്ക്കുന്നു. അത് ഗമല, അതാണ് വരുന്നത്. അവിടെ ലഡ്കാന്റെ കയ്യിൽ എന്തുണ്ട്? ബോൾ ഉണ്ട്. അപ്പൊ അത് ബന്ധപ്പെടുന്നത് ഏതാണ്? മെസ്സേജ് വരച്ചത് നോക്കുക. ആ നെറ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. അടുത്തത് खेल खेल में, फन टाइम. घर के भीतर खेले जाने वाले खेलों पर सही का निशान लगाइए. അത് ടിക്ക് ദ റൈറ്റ് മാർക്ക് ഓഫ് ഇൻഡോർ ഗെയിംസ്. ഇതില് ഏതൊക്കെയാണ് ഇൻഡോർ ഗെയിംസ് എന്ന് മിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക, എന്നിട്ട് പഠിക്കണം. ലൂഡോ, शतरंज और क्या क्या है? ടെന്നീസ്, ലഡു और सांप सीटी. ലൂഡോ അറിയാലോ നിങ്ങൾക്ക്, ലൂഡോ കളിക്കാറില്ലേ? ശതരഞ്ച് എന്ന് പറയുന്നത് ചെസ്, ശതരഞ്ച് ചെസ്. ടെന്നീസ് ടെന്നീസ്, ലഡു ടോപ്പ്, സാംപ് സിറ്റി പാമ്പും കോണിയും. ബാക്കിയൊക്കെ വരുന്നത് ബാസ്കറ്റ് ബോള്, ഫുട്ബോള്, ക്രിക്കറ്റ്, അതൊക്കെ ഏതാണ്? ഔട്ട്ഡോർ ഗെയിംസ് ആണ്. നെക്സ്റ്റ് ഗതിവിധി, ആക്ടിവിറ്റി. അതില് ഇടയ്ക്ക് ഒരു പോയം ഉണ്ട്, അത് നിങ്ങൾക്ക് ആവശ്യമില്ല, അത് പഠിക്കണ്ട. ഗതിവിധി, ചിത്രോं को देखिए और रेखा खींचकर त्योहारों से मिलाइए. Look at the picture and match it with the festival by drawing a line. ഏത് ഫെസ്റ്റിവൽ ആണ് ഏതായിട്ട് ബന്ധപ്പെട്ടത് എന്ന് നമുക്കറിയാം. അത് നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാം. ദശറ മിസ് മാർക്ക് ചെയ്തതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഈദ്, ഹോളി, ദീപാവലി, രക്ഷാബന്ധൻ और ക്രിസ്മസ്. പിക്ചർ നോക്കിയിട്ട് അതിലേക്ക് വരയ്ക്കുക. घर पर സുരക്ഷ, സേഫ്റ്റി അറ്റ് ഹോം. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അംഗ്രേസിമേ അനുവാദ് കരോ എന്ന് പറഞ്ഞിട്ട് തരും. അപ്പൊ അതിന്റെ അംഗ്രേസി നിങ്ങൾ പഠിച്ച്, ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ നിങ്ങൾ പഠിച്ച് വെക്കണം. चाकू को हाथ न लगाइए. Do not hold a knife. Do not hold a knife. Knife എന്ന് പറഞ്ഞാൽ എന്താ? കത്തി. चाकू knife. जल्दी गैस के पास न जाइए. Do not go near a lighted stove. കത്തുന്ന സ്റ്റൗവിന്റെ അടുത്തേക്ക് പോകരുത്. माचिस से न खेले. Do not play with matchsticks. തീപ്പെട്ടി എടുത്ത്, തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് എടുത്ത് കളിക്കരുത്. घर के भीतर पटाखे न छोड़े. Do not burst firecrackers inside the house. വീട്ടിനകത്ത് നിങ്ങൾ ഫയർ ക്രാക്കേഴ്സ് കത്തിക്കാൻ പാടില്ല, പടകങ്ങളൊന്നും കത്തിക്കാൻ പാടില്ല. അതായത് പൂക്കുറ്റി, നക്ഷത്രമൊക്കെ ചില കുട്ടികൾ വീട്ടിനകത്ത് കത്തിക്കില്ലേ, അതൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. സടക് പർ ന ഖേലേ. ഡു നോട്ട് പ്ലേ ഓൺ ദ റോഡ്. റോഡിൽ കളിക്കാൻ പാടില്ല, നിങ്ങൾ അതൊന്നും ചെയ്യരുത്. ഇതാണ് घर पर സുരക്ഷ, സേഫ്റ്റി അറ്റ് ഹോം. आज इतना है.